ഒന്ന്, പരിഹാരമായിട്ട് നമ്മൾ പൂജ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഓരോ മനുഷ്യരെയും അതിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ആ പൂജയിൽ പങ്കെടുക്കുക എന്നുള്ളത് എല്ലാ വ്യക്തികളും ചെയ്യേണ്ട കാര്യമാണ്. ഈ സർപ്പപൂജയിൽ ആയില്യപൂജ, സർപ്പബലി, പായസഹോമം അങ്ങനെയുള്ളതിലൊക്കെ പങ്കെടുക്കുന്നത് ഓരോ വ്യക്തിയും ചെയ്യേണ്ട അനിവാര്യമായ ക്രിയയാണ്. കാരണം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവർക്ക് ശുദ്ധീകരിക്കാൻ പറ്റും. അത്യാവശ്യമായിട്ടുള്ള കാര്യം അതാണ്. ഇന്ന് ലോകത്തുള്ളവരെല്ലാം ശാന്തതയ്ക്ക് വേണ്ടി അലയുകയാണ്. കാരണം എവിടെ പോയി ഇരുന്നാലാണ് ശാന്തത കിട്ടുക, ഏത് ക്രിയ ചെയ്താലാണ് ശാന്തത കിട്ടുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എവിടെയും പോയിരിക്കേണ്ട, ഏത് ക്രിയയും ചെയ്യേണ്ട, സർപ്പക്കാവിൽ ദർശനം നടത്തുക, ഇങ്ങനെയുള്ള പൂജകളിൽ പങ്കെടുക്കുക, അവരറിയാതെ തന്നെ അവർക്ക് ആ ഒരു ശാന്തത കൈവരും. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് മുഴുവൻ അവനിൽ എന്തോ ഒരു ചൈതന്യശക്തി ഉള്ളതുകൊണ്ടാണ്. പരിപൂർണമായ ഏതോ ഒരു ചൈതന്യം ഉള്ളിലുണ്ട്. അതിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഓരോ വ്യക്തിയും അവരുടെ വ്യക്തിത്വം പുറത്തു കൊണ്ടുവരുന്നതും അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. ആ ചൈതന്യത്തെ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് കുണ്ഡലിനി എന്നാണ്.